ഗൈസ്, നമുക്ക് വാഴക്കുല വിട്ടതിന് ശേഷം നമുക്ക് അതിന്റെ പിണ്ടിയൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ടൊരു സൂപ്പർ ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വാഴപ്പിണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി കേട്ടോ. വാഴയുടെ ആ കൊലയൊക്കെ വെട്ടിയതിന് ശേഷം തന്നെ അതിൻ്റെ ആ ഒരു ഇലയൊക്കെ പിച്ചി കളയണം. അപ്പം ഞാനത് ഒരു ഇരുമ്പൊക്കെ വെച്ച് നല്ലതുപോലെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം എന്നെക്കാട്ടി നീളമുള്ളൊരു വാഴ. അപ്പം ഞാനതെങ്ങനെ ഒന്ന് 2 പീസാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാണ്ട് ഇത് എനിക്ക് 2 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പീസിൻ്റെയും പുറന്തോട്, അതായത് നമ്മുടെ ആ പിണ്ടി വരുന്ന ഭാഗം വരെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ ഓരോ ഇങ്ങനെ കൊത്തുപോലെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ കൈവച്ച് സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാൻ നല്ല അടിപൊളിയൊക്കെയാണ്. അപ്പോൾ തന്നെ ഈ ഇളക്കിയെടുക്കുന്നതാണ് ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഇതൊന്ന് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും മറന്നുപോയാൽ നമ്മുടെ തനൂസിൻ്റെ വകയായിട്ട് ഹോം മെയ്ഡ് പിക്കിൾസ് ഉള്ള കാര്യം. നമ്മുടെ പിക്കിൾസിൽ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മാംഗോ ഡേറ്റ്സ്, ലെമൺ ഡേറ്റ്സ്, അതേപോലെ തന്നെ ചൂരമീൻ അച്ചാർ കേട്ടോ. ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സാമ്പിൾ പീസൊക്കെ, അതായത് 150 ഗ്രാമിൻ്റെ പീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വാഴപ്പിണ്ടി നല്ല വൃത്തിയാക്കി അതിൻ്റെ പോളയൊക്കെ കളഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യണം, അടുക്കളയിലേക്ക് കൊണ്ടുപോകാം. പോളയൊക്കെ കളഞ്ഞതിന് ശേഷം തന്നെ ഇതിനൊക്കെ ഒരു 6-7 പീസാക്കിയിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. മണ്ണൊക്കെ ഉണ്ടാവും, നമ്മൾ പോള കളഞ്ഞാലും നല്ല വൃത്തിയായിട്ട് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കറയുണ്ട്. അപ്പോൾ നമ്മുടെ പിണ്ടിക്കകത്ത് വരുന്ന ഈ കറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി എടുത്ത് വേണം ഇത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ കണക്ക് എടുത്തിട്ട് ഇതേ കണക്കൊന്ന് കൈ വെച്ച് റൗണ്ട് ചെയ്തൊന്ന് ചുറ്റി എടുക്കുമ്പോൾ നമ്മൾ ആ കയ്യിൽ കറ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിൽക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരുപാട് വലിയ ഇതല്ലാത്ത പിണ്ടി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ കണക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് ചുറ്റി എടുക്കുക, നമ്മുടെ ഈ കറയൊന്ന് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ വാഴപ്പിണ്ടി തോരൻ കഴിക്കുന്നത് അത് മാത്രമല്ല ഗുണങ്ങൾ കേട്ടോ. കുഞ്ഞുങ്ങളുടെ വയറ്റിലൊക്കെ കുഞ്ഞു മുടികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വാഴപ്പിണ്ടി തോരൻ കഴിക്കുമ്പോൾ അതങ്ങ് പോകുമെന്നാണ് പറയുന്നത്. അത് ചുറ്റി അങ്ങ് പോകുന്ന പറഞ്ഞത്. അപ്പോൾ ഇതേ കണക്ക് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കൊത്തി എടുക്കുക കേട്ടോ. നമ്മൾ ഈ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ ഒന്ന് കൊത്തിയെടുത്ത് വെച്ചേക്കുക. ഇതേ കണക്കാണ് കേട്ടോ. ഞാൻ അത്രയും പിണ്ടി ചുറ്റിയെടുത്തതിന് ശേഷം കൊത്തിയെടുത്തത് ഇത്രയും പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. കടുക് കരിഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് എടുക്കുക. അതിലേക്ക് നമ്മുടെ പിണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഇത്തിരി ഉപ്പൂടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ഈ അടച്ചു വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഇത്തിരി അധികത്തിൽ കൊച്ചുള്ളി എടുക്കണം കേട്ടോ. കൊച്ചുള്ളി എപ്പോഴും ഇത്തിരി അധികത്തിൽ നിൽക്കുന്നതാണ് നല്ല വാഴപ്പിണ്ടി തോരന്. അതേപോലെ തന്നെ ഇത്തിരി ജീരകവും കിട്ടും. ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചതയ്ക്കാതെ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതേപോലെ തന്നെ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വാഴപ്പിണ്ടി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വെന്ത് കിട്ടും. നമ്മൾ വാഴപ്പിണ്ടി ആയതുകൊണ്ട് പറയല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ അടച്ചു വെക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുന്ന ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് പയർ പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുക. പയർ പുഴുങ്ങിയതും ഇട്ട് നമ്മുടെ ആ ഒരു അരപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അടിപൊളിയായിട്ടൊന്ന് ചിക്കി തോത്തി വന്ന് എടുക്കണം. അപ്പം നമുക്ക് ജസ്റ്റ് അതിന് മുന്നേ വന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ആവിയിൽ ഇതൊന്ന് സെറ്റ് ആവണം. അപ്പോൾ ആ 2 മിനിറ്റ് കൊണ്ട് അതങ്ങ് സെറ്റ് ആയിക്കോളും. അതിനുശേഷം ഒന്ന് തുറന്ന് നല്ലതുപോലെ ഇളക്കി എടുത്താൽ അടിപൊളി സൂപ്പർ വാഴപ്പിണ്ടി തോരനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.